നമസ്കാരം, ഞാൻ ഡീസൻ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. വളരെ കാലമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ ചില സ്പെഷ്യാലിറ്റീസ്, ചില അഡ്വാൻറ്റേജസ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നൊക്കെ. എന്നാൽ എന്ത് തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് മ്യൂച്വൽ ഫണ്ടിന് ഉള്ളത് എന്നുള്ള കാര്യം മിക്കവർക്കും അറിയില്ല. ഇപ്പോൾ ചിട്ടി, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള നിരവധി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്പേസസ് ഇവിടെ ഉണ്ടല്ലോ. ഇവയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഫ്ലെക്സിബിലിറ്റി ആണ് മ്യൂച്വൽ ഫണ്ടിനുള്ളത്. വെറും ഫ്ലെക്സിബിലിറ്റി അല്ല, ഇൻവെസ്റ്റർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ചില ഫ്ലെക്സിബിലിറ്റീസ്. അത് എന്തൊക്കെയാണെന്ന് ഏറ്റവും സിമ്പിളായി, ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക. എമൗണ്ട് ഫ്ലെക്സിബിലിറ്റി. ഇപ്പം നിങ്ങളുടെ കൈവശം ആകെപ്പാടെ 500 രൂപയേ ഉള്ളൂ നിക്ഷേപിക്കാൻ. നിങ്ങൾക്കും നിക്ഷേപിക്കാം. എവിടെ? മ്യൂച്വൽ ഫണ്ടിൽ. ഇനി നിങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുണ്ട് നിക്ഷേപിക്കാൻ. താങ്കൾക്കും നിക്ഷേപിക്കാം. എവിടെ? മ്യൂച്വൽ ഫണ്ടിൽ. മാസം വെറും 100 രൂപ മാത്രമുള്ള ആൾക്ക് പോലും ഒരു SIP മ്യൂച്വൽ ഫണ്ടിൽ ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി SIP ആരംഭിച്ചാലോ? ഇപ്പൊ സപ്പോസ് താങ്കൾ ഇപ്പൊ മാസം 5000 രൂപ അടയ്ക്കേണ്ട ഒരു SIP ആരംഭിച്ചെന്ന് വിചാരിക്കുക. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് തോന്നി SIP എമൗണ്ട് വർദ്ധിപ്പിക്കാം, 5500 ആക്കാം. ആക്കാലോ, ഒരു പ്രശ്നവുമില്ല. കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പം തോന്നി SIP എമൗണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം, ഒരു 8000 ആക്കണം. ആക്കാലോ, ആക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം പിന്നെയും തോന്നി വരുമാനമൊക്കെ കുറഞ്ഞു, SIP എമൗണ്ട് കുറയ്ക്കാമല്ലോ, കുറയ്ക്കാം. 2000 3000 ആക്കി കുറയ്ക്കാം. ഇനിയുണ്ട് താങ്കളുടെ 5000 രൂപയുടെ SIP ഇങ്ങനെ റൺ ചെയ്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അന്നേരമാണ് നിങ്ങൾക്ക് ഒരു 50000 രൂപ കിട്ടിയത്. ഈ 50000 രൂപ വേണമെങ്കിൽ ആ SIP ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫണ്ടിലേക്ക് ലംസമായിട്ട് കൊണ്ടുപോയിട്ടിടാം. ഇനിയുണ്ട്, തീർന്നില്ല. ചില ആൾക്കാരുണ്ട് കേട്ടോ, അവർക്ക് SIP ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് പൈസ കയ്യിൽ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടിരിക്കണം. പറ്റുമല്ലോ. 5000 രൂപ ഇപ്പം കയ്യിലുണ്ട്, അതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ ലംസമായിട്ട് നിക്ഷേപിച്ചു. കുറച്ച് കഴിയുമ്പോൾ 10000 വന്നു, അതും അങ്ങോട്ട് ലംസമായിട്ട് നിക്ഷേപിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ 1 ലക്ഷം വന്നു, അതും അങ്ങോട്ട് നിക്ഷേപിച്ചു ഇതേ ഫണ്ടിലേക്ക്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് എമൗണ്ട് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക. ടൈം ഫ്ലെക്സിബിലിറ്റി. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. പ്രത്യേകിച്ച് ലോക്കിൻ പീരീഡ് ഒന്നുമില്ല. ലോക്കിൻ പീരീഡ് ഉള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട് കേട്ടോ. ELSS എന്ന വിഭാഗത്തിൽപ്പെട്ടവ, അവയ്ക്ക് മാത്രമേ ലോക്കിൻ പീരീഡ് ഉള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ടിന് യാതൊരു ലോക്കിൻ പീരീഡും ഇല്ല. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ എക്സിറ്റ് ലോഡ് എന്ന പേരിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് ചാർജ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ അത് 1% ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു SIP അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ, 10 വർഷം വരെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ 10 കൊല്ലമായപ്പം തോന്നി ഇനിയും മുന്നോട്ട് പോകാം. ആകാലോ, ഒരു പ്രശ്നവും ഇല്ല. 15 കൊല്ലം വരെയോ, 20 കൊല്ലം വരെയോ, 25 കൊല്ലം വരെയോ, അതിനപ്പുറത്തേക്കും ഒക്കെ എന്താണ് കണ്ടിന്യൂ ചെയ്തു പോകാം. ഇനി വേറൊരു കേസ്, 7 വർഷമായപ്പോഴത്തേനും പൈസയ്ക്ക് വളരെയധികം അത്യാവശ്യം വന്നു, അല്ലെങ്കിൽ ആ ഒരു ഗോൾ അടുത്തെത്തി, പിൻവലിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി വേറൊരു കേസ്, SIP ആരംഭിച്ചു, 10 കൊല്ലം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അന്നേരം പെട്ടെന്ന് അങ്ങോട്ട് ജോലി പോയി, വരുമാനം നിലച്ചു. അപ്പോൾ 5 കൊല്ലമേ ആയിട്ടുള്ളൂ കേട്ടോ. യെസ്, ഇനി എല്ലാ മാസവും എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല, അടയ്ക്കണ്ട. SIP നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്ത് അവിടെ വെക്കാം. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പിൻവലിക്കണമെന്നില്ല, അത് അവിടെ കിടന്ന് ഗ്രോ ചെയ്തോളും. പല ആൾക്കാരും ചോദിക്കാറുണ്ട് എത്ര കൊല്ലത്തേക്കാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ടുള്ള ഉത്തരവായെന്ന് വിചാരിക്കുന്നു. നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നമ്മുടെ ഗോളിനനുസരിച്ച് നമുക്കത് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫണ്ട് സ്വിച്ചിങ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സപ്പോസ് താങ്കൾക്ക് ഒരു ലാർജ് ക്യാപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ ഇൻവെസ്റ്റ്മെന്റിനെ വേണമെങ്കിൽ അതേ AMCയുടെ ഒരു മിഡ് ക്യാപ്പിലേക്കോ സ്മോൾ ക്യാപ്പിലേക്കോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഡെപ്റ്റ് ഫണ്ടിലേക്കോ ഹൈബ്രിഡ് ഫണ്ടിലേക്കോ ഒക്കെ എന്ത് ചെയ്യാം? സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ആവശ്യമാണെങ്കിൽ മാത്രം എന്നല്ല, അത്യാവശ്യമാണെങ്കിൽ മാത്രം വ്യക്തമായ അഡ്വൈസോടുകൂടി മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ.
ലിക്വിഡിറ്റി ഫ്ലെക്സിബിലിറ്റി. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന് എന്തുണ്ടെന്ന് പറയാം? ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഇപ്പൊ റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡിറ്റി കുറവാണ്. അതിനെക്കാളും ലിക്വിഡിറ്റി ഉണ്ട് എന്തിന്? FDക്കും RDക്കും ഒക്കെ, എങ്കിലും കുറവാണ്. ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള പ്രവൃത്തി ദിനങ്ങൾക്കിടയിൽ നമ്മുടെ എമൗണ്ട് എവിടെ എത്തും? ബാങ്കിലെത്തും. പാർഷ്യൽ വിഡ്രോവലും പറ്റും കേട്ടോ. നമ്മൾ വലിയൊരു കോർപ്പസ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിൽ കുറച്ച് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. റിസ്ക് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട് എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് എങ്ങനെയാണ്, എത്രത്തോളമാണ് എന്നതിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായിട്ട് അത് കാണണം കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒട്ടും റിസ്ക് എടുക്കാൻ സാധിക്കാത്തവർ. അപ്പോൾ അവർക്ക് പറ്റുന്നതല്ല മ്യൂച്വൽ ഫണ്ട് എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും സാധിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസ്ക് തീരെ കുറഞ്ഞ ഡെപ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ അവിടെ തന്നെ കൂടുതൽ അഗ്രസീവ് ആകും തോറും മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് ലെവലിലുള്ള റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് യോജിച്ചതാണ്. അതിനുള്ള ഫണ്ടുകൾ ലഭ്യമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വളരെ ഫ്ലെക്സിബിൾ ആണ്. 5 തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.